ആദ്യഘട്ട താരിഫാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയേക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടമുണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചത്. അപ്പോൾ ട്രംപ് കൊടുത്ത മറുപടി യെസ് ഐ ആം എന്ന് വെച്ചാൽ ഞാനത് ചുമത്തും, അതിനു വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് താൻ എന്നാണ് ട്രംപ് മറുപടി കൊടുത്തത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. കാര്യം ട്രംപ് വലിയ അസ്വസ്ഥനാണ്. കാരണം ട്രംപ് ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പരിഹരിച്ച് കളയാമെന്ന് കരുതി പുടിനെ പലതവണ ഫോണിൽ വിളിച്ചു. പുടിൻ അത് ചെവിക്കൊണ്ടില്ല, ട്രംപിന് അനുകൂലമായ മറുപടി കൊടുത്തില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ പുടിൻ അമേരിക്കയിൽ ചർച്ചയ്ക്ക് വന്നു. പക്ഷെ അത് ട്രംപിൻ്റെ വിജയമായിട്ടല്ല, പുടിൻ്റെ വിജയമായിട്ടാണ് ആ ഒരു വരവ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച ചിത്രീകരിക്കപ്പെട്ടത്, വ്യാഖ്യാനിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വപ്നം കണ്ട് കഴിയുന്ന ട്രംപിന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ട്രംപ് വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലകൾ പുടിന് മുമ്പിൽ വെച്ചു. പുടിൻ അത് തട്ടിക്കളയുകയും ചെയ്തു. ഇപ്പോഴും സമാധാനം കൊണ്ടുവരാനായിട്ടുള്ള ട്രംപിൻ്റെ പദ്ധതികളൊന്നും വിജയം കണ്ടിട്ടില്ല. ഉക്രൈൻ റഷ്യ സംഘർഷം വളരെ ശക്തമായി തുടരുന്നു.